എന്താണല്ലേ ഈ മാജിക്? സോഷ്യൽ മീഡിയ തുറന്നാൽ ഇന്ന് ഒരൊറ്റ ഇടമേ ഉള്ളൂ, അക്സോമേനിയക്കിന്റെ അംശം. വെറും ഒരു പാട്ടായല്ല, ഒരു വിപ്ലവമായി തന്നെ ആഗോളതലത്തിൽ തരംഗമാവുകയാണ് ഈ ട്രാക്ക്. തിരുവനന്തപുരത്തെ തെരുവുകളിൽ നിന്നും തന്റെ ചെറിയ ബെഡ്റൂം സ്റ്റുഡിയോയിൽ നിന്നും സംഗീതയാത്ര തുടങ്ങിയ 22-കാരനായ ആരോൺ കൊല്ലശ്ശേരി സെലസ്റ്റിൻ ഇന്ന് ആഗോള ചാർട്ടുകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഒരു സ്വതന്ത്ര സംഗീതജ്ഞൻ എന്ന നിലയിൽ ആരോൺ നേടിയ ഈ വിജയം മലയാള സംഗീത വ്യവസായത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒന്നാണ്. പത്മരാജന്റെ ഇതിഹാസ ചിത്രം ഞാൻ ഗന്ധർവൻ മുന്നോട്ട് വെച്ച മന്മഥൻ എന്ന സങ്കല്പത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അക്സോമേനിയക്കിന്റെ അംശം രൂപപ്പെട്ടത്. ഗന്ധർവന്റെ അമാനുഷികമായ പ്രണയവും അതിലെ നിഗൂഢതയും അക്സോമേനിയക് തന്റെ സംഗീതത്തിലൂടെയും വരികളിലൂടെയും അങ്ങേയറ്റം മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു. മലയാള സ്വതന്ത്ര സംഗീതത്തിന് ഇതുവരെ അന്യമായിരുന്ന പല ആഗോള നേട്ടങ്ങളും ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അംശം സ്വന്തമാക്കി. ലോകമെമ്പാടുമുള്ള ട്രെൻഡിംഗ് പാട്ടുകളുടെ പട്ടികയായ സ്പോട്ടിഫൈ ഗ്ലോബൽ വൈറൽ 50-ൽ 4-ാം സ്ഥാനം നേടി ചരിത്രം കുറിച്ച ഈ ട്രാക്ക് ഒരു മലയാളം ഇൻഡി ഗാനത്തെ സംബന്ധിച്ചിടത്തോളം അത്യപൂർവമായ റെക്കോർഡാണ്. ഇന്ത്യയിലെ വൈറൽ ചാർട്ടുകളിൽ മാത്രമല്ല, UAE ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിലും അംശം ഒന്നാമതായി വാഴുന്നു. സ്പോട്ടിഫൈയിൽ മാത്രമല്ല, ആപ്പിൾ മ്യൂസിക്കിലും ഇൻസ്റ്റഗ്രാം റീൽസിലും ഇന്ത്യയിലുടനീളം ഈ ഗാനം ട്രെൻഡിംഗ് ആണ്. ലോകമെമ്പാടുമുള്ളവർ ഈ മലയാളം പാട്ടിന് ചുവടുവെച്ചു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. യൂട്യൂബിൽ റിലീസ് ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ദശലക്ഷക്കണക്കിന് കാഴ്ചക്കാരെ നേടിയ ഈ ഗാനം ഇൻസ്റ്റഗ്രാം റീലുകളിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇന്നും തരംഗമായി തുടരുകയാണ്. ജസ്റ്റിൻ ബീബർ, റിഹാന തുടങ്ങിയ ആഗോള ഇതിഹാസങ്ങളുടെ ലേബലായ ഡെഫ് ജാം റെക്കോർഡിംഗ്സിലൂടെ ഈ ഗാനം പുറത്തിറങ്ങി എന്നത് അക്സോമേനിയക്കിന്റെ സംഗീത നിലവാരത്തിനുള്ള ആഗോള അംഗീകാരമാണ്. ആധുനിക സംഗീത ഭൂപടത്തിൽ മലയാളത്തിന്റെ വിലാസം സുവർണാക്ഷരങ്ങളിൽ കുറിച്ച അംശം ഡിജിറ്റൽ ലോകത്ത് ജൈത്രയാത്ര തുടരുക തന്നെയാണ്. മലയാളത്തിൽ അത്ര പരിചിതമില്ലാതിരുന്ന R&B, റിതം ആൻഡ് ബ്ലൂസ്, സോൾ, ലോഫി സംഗീത ശാഖകളെ നമ്മുടെ ഭാഷയുടെ തനിമ ചോരാതെ ഇണക്കി ചേർത്തതാണ് ആരോൺ എന്ന അക്സോമേനിക്കിന്റെ വിജയരഹസ്യം. 1940-കളിൽ ആഫ്രിക്കൻ അമേരിക്കൻ സംസ്കാരത്തിൽ നിന്ന് രൂപപ്പെട്ട ശൈലികളെ മലയാളത്തിന്റെ ഭാവുകത്വവുമായി ആരോൺ സമർത്ഥമായി കോർത്തിണക്കി. അംശം എന്ന ഹിറ്റിന് മുൻപ് തന്നെ മലയാളി യുവാക്കളുടെ സംഗീത അഭിരുചികളെ സ്വാധീനിക്കാൻ അക്സോമേനിയക്കിന് കഴിഞ്ഞിരുന്നു. മനുഷ്യന്റെ ആന്തരിക സംഘർഷങ്ങളെയും ചെയ്തുപോയ തെറ്റുകളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള കുറ്റബോധത്തെയുമാണ് അക്സോമേനിയക്കിന്റെ പാപം എന്ന ഗാനം പ്രതിനിധീകരിച്ചത്. ഗിത്താറിന്റെ മെലഞ്ചോളിക് ഈണങ്ങളിൽ ചാലിച്ച് ആരോൺ ഒരുക്കിയ ഈ സൃഷ്ടി ശ്രോതാക്കളുടെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മനസ്സിനെ വേട്ടയാടുന്ന ഓർമ്മകളെയും അതിൽ നിന്നുള്ള മോചനത്തിനായുള്ള ആഗ്രഹത്തെയുമാണ് ഗാനം പങ്കുവെക്കുന്നത്. തെറ്റും ശരിയും തമ്മിലുള്ള നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ ആത്മഗതമായാണ് ഇതിന്റെ വരികൾ അനുഭവപ്പെടുക. വെറുമൊരു ഗാനം എന്നതിലുപരി ഏകാന്തതയുടെ നിമിഷങ്ങളിൽ ആശ്വാസം പകരുന്ന ഒരു വൈകാരിക യാത്രയായിട്ടാണ് പാപം ഇന്ത്യ സംഗീത പ്രേമികൾക്കിടയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം പ്രണയത്തിന്റെ തീവ്രതയും ആർദ്രതയും അങ്ങേയറ്റം ലളിതമായ മലയാളം വാക്കുകളിലൂടെ ഹൃദയഹാരിയായി ആവിഷ്കരിച്ച സൃഷ്ടിയാണ് കൺമഷി. ക്യാമ്പസുകളിലും സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തരംഗമായ കൺമഷി അക്സോമേനിയക് എന്ന കലാകാരന്റെ വൈകാരികമായ സംഗീത ശൈലിയെ അടിവരയിടുന്ന ഒന്നാണ്. സിനിമകളുടെ പിൻബലമില്ലാതെ തന്നെ മലയാളം ഇന്ത്യ സംഗീതത്തിന് ആഗോളതലത്തിൽ വലിയ സ്വീകാര്യത നേടിക്കൊടുക്കാൻ ആരോണിന് സാധിച്ചു. ആപ്പിൾ മ്യൂസിക് ഉൾപ്പെടെയുള്ള ആഗോള പ്ലാറ്റ്ഫോമുകളിൽ മലയാളത്തിന്റെ വിലാസം ഉറപ്പിച്ച അക്സോമേനിയക് ഇന്നത്തെ തലമുറയുടെ ശരിക്കും ഒരു ട്രെൻഡ് സെറ്ററാണ്. സംഗീതം വെറുമൊരു ശബ്ദമല്ല, അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ആശയവിനിമയമാണെന്ന് തെളിയിക്കുന്ന ഈ യുവപ്രതിഭ വരും കാല സംഗീത ലോകത്തിലെ അനിഷേധ്യ സാന്നിധ്യമായി തുടരുമെന്നതിൽ യാതൊരു സംശയവുമില്ല.